ഒരു സ്പൈൻ സർജറി ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ 99 എന്ന് പറയില്ല 100% രോഗികളുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഈ ഓപ്പറേഷന് ശേഷം ഞാൻ തളർന്നു പോവുകയോ എൻ്റെ കൈകാലുകൾക്ക് ബലക്കുറവ് വരികയോ എന്നതാണ്. കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്, പക്ഷേ എല്ലാ സ്പൈൻ സർജറികൾക്കും തളർച്ച ഒരു കോംപ്ലിക്കേഷൻ അല്ല. പ്രധാനപ്പെട്ടതായി ഈ സ്പൈൻ സർജറി ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1, തേയ്മാനം പോലെയുള്ള അസുഖങ്ങൾക്ക്. 2, ട്യൂമർ പോലെയുള്ള അസുഖങ്ങൾക്ക്. 3, വീഴ്ചയിലൂടെ നാഡിക്കുണ്ടായ ക്ഷതത്തിന് വേണ്ടിയുള്ള അസുഖം. അത് ഓരോ അസുഖത്തിൻ്റെയും വ്യാപ്തി അനുസരിച്ചിരിക്കും തളർച്ച വരുന്നത്. ചില അസുഖങ്ങൾ സ്പൈനിലുണ്ടാകുന്ന ട്യൂമറുകളോ വീഴ്ചയിലുണ്ടാകുന്ന പരുക്കുകളോ ബലക്കുറവ് വന്നതിന് ശേഷമാണ് സർജറി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ തളർച്ചയെ പറ്റി അധികം ഭയപ്പെടാതിരിക്കുക. ഇപ്പോഴത്തെ നൂതന ടെക്നോളജികളിൽ MRIയുടെ എല്ലാ വിശകലനം ചെയ്താണ് നമ്മൾ സർജറിക്ക് തയ്യാറെടുക്കുന്നത്. സർജറിയുടെ ഇടയിലുള്ള മൈക്രോസ്കോപ്പ്, എൻഡോസ്കോപ്പ്, നാവിഗേഷൻ, മോണിറ്ററിങ് എന്നിങ്ങനെ കാര്യങ്ങൾ ഉപയോഗിച്ച് ബലക്കുറവ് മാക്സിമം കുറച്ചുകൊണ്ട് സർജറി ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സ്പൈൻ സർജറിയെ പറ്റി അധികം ഭയപ്പെടാതിരിക്കുക. അതുകൊണ്ട് തന്നെ ചികിത്സയുടെ ഗുണങ്ങളും ദോഷങ്ങളും വിലയിരുത്തിയതിനു ശേഷമാണ് ഓപ്പറേഷന് നിർദ്ദേശിക്കുന്നത്. ഭയത്തെ അടിസ്ഥാനമാക്കിയല്ല, ശരിയായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കേണ്ടത്.